ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനകത്ത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു സ്നോയി ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ സംഭവങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ഈ വീഡിയോ ക്ഷമയോടെ കാണുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. ലൈക്ക്, ഷെയർ, സബ് ആരും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുക്കാനായിട്ട് ഒരു ബ്ലൂ കളറിലുള്ള ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബീർ ബോട്ടിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നല്ലൊരു ബ്ലൂ കളർ ബോട്ടിൽ കണ്ടപ്പം എടുത്തു വെച്ചതാണ്. ഈ ഒരു 2 ബോട്ടിലാണ് എൻ്റെ ഈ കളറിലുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വാൾപുട്ടിയാണ്. അക്രിലിക്കിൻ്റെ വാൾപുട്ടിയാണ്. 1 കിലോഗ്രാമിന് 75 റുപ്പീസാണ് ഇതിന് വരുന്നത് കേട്ടോ. ഈ വാൾപുട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്നോയി ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ ഇതിനകത്തൊരു സ്പൂണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാനിതൊരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് മെഹന്തി കോൺ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചില സമയത്ത് ഞാൻ ഈ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുക്കാറുള്ളത്. കണ്ടോ, ഇതുപോലെ കോണാക്കി എടുക്കാറാണ് പതിവ്. നല്ല സോഫ്റ്റ് ക്രീം പോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കോണാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മളിന്ന് സ്നോയി ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ കോണിൻ്റെ ഇതുപോലെ നമ്മൾ മെഹന്തിയൊക്കെ ഇടുന്ന പോലെ തന്നെ കുപ്പിയുമ്പോൾ നമുക്ക് പിക്ചർ വരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ സ്നോമാനെയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്നോമാൻ്റെ ഫേസ് ആദ്യം നമുക്ക് ചെയ്തെടുക്കാം. ശരിക്കും ഇതുകൊണ്ട് വരയ്ക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു കുഞ്ഞു ഹാഫ് സർക്കിൾ വരച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ സ്നോമാൻ്റെ തൊപ്പിയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ചെയ്യും. കുപ്പിയിൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുറച്ചൊരു 3D എഫക്റ്റ് ഫീൽ ചെയ്യും നമുക്ക്. ഇതിപ്പോൾ സ്നോയി ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ സ്നോമാനെയും അതുപോലെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ വേറെയും ഇതുപോലെ തന്നെ വാൾപുട്ടി വെച്ച് ചെയ്ത വർക്ക് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ സജഷനിലും ഇടാം. അപ്പോൾ ഐ ബട്ടൺ പ്രസ് ചെയ്ത് എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഷേപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഈ വാൾപുട്ടി വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ലപോലെ ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് ഉണങ്ങാനൊരു 24 hour ടൈം എടുക്കും. അപ്പോൾ ഞാൻ സ്നോമാൻ്റെ തൊപ്പി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസ് ഇതുപോലെ തന്നെ വാൾപുട്ടി വെച്ച് കവർ ചെയ്യാം. ഇത് ഇൻസ്റ്റൻറ്റ് വാൾപുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റ് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പോൾ ഫേസും കൂടി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ കോണായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. മാത്രമല്ല നമുക്കിതിങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇനി ഞാൻ ചെയ്യുന്നത് ടൂത്ത് പിക്കിൻ്റെ ആ ഒരു അടിവശം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ സ്നോമാന് മൂക്ക് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, ആ ടൂത്ത് പിക്കിൻ്റെ അറ്റഭാഗമാണ് ഞാനിപ്പോൾ അത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്നോമാൻ്റെ ബോഡി ചെയ്തെടുക്കാം. ഞാനിവിടെ സ്നോമാൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബൊക്കെ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു കൈയൊക്കെ വെച്ച് ഞാനിങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ആ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊരു ബൊക്കെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എങ്ങനെയാണോ ബൊക്കെ വേണ്ടത് നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് നമുക്കിങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആ ഒരു ബോഡിയുടെ ഷേപ്പ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ജസ്റ്റ് എൻ്റെ മൈൻഡിൽ വരുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ വരച്ച് പോവാണ് കേട്ടോ. ആ കയ്യിൻ്റെ ഭാഗം മാത്രം ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്കതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നോമാൻ്റെ ഒരു ബോഡിയുടെ പകുതി ഭാഗത്തോളം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും അടിയിലേക്കുള്ള ഭാഗം നല്ലൊരു റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല പോലൊരു കുറച്ച് വലുപ്പത്തിലുള്ളൊരു റൗണ്ട് ഷേപ്പായിട്ട് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കണം. അപ്പോൾ സ്നോമാൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലും ഈ വാൾ പുട്ടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിന് കണ്ണും മൂക്കൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ആ ടൂത്ത് പിക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് വരച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. കണ്ണിങ്ങനെ കുത്തി കൊടുക്കാൻ പോവാണ്. കണ്ടോ, ജസ്റ്റ് ആ ഒരു ചുണ്ടിൻ്റെ ഭാഗം കൂടി നമുക്കിങ്ങനെ സ്മൈൽ ചെയ്തിരിക്കുന്ന പോലെ വരച്ച് കൊടുക്കാം. കണ്ടോ, ചിരിച്ചിരിക്കണ പോലെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മുടെ സ്നോമാൻ്റെ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ സ്നോമാൻ്റെ അടുത്തായിട്ട് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒരു സംഭവം കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ 2 ടൈപ്പ് ഓഫ് ഗ്രീൻ കളർ കയ്യിലെടുത്തിട്ടുണ്ട്. ആക്രിലിക് പെയിൻ്റാണ്. സാപ്പ് ഗ്രീനും അതുപോലെ തന്നെ ലീഫ് ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ഫാൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ആ ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി. ആ ബ്രഷിൻ്റെ നോസിലിനനുസരിച്ച് നമുക്കിതിങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ട്രീ നമുക്ക് ഫോമായി വരും. ഇപ്പോൾ ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഞാനിത് ലൈറ്റർ ഷെയ്ഡും കൂടി ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രീ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഈ ഫാൻ ബ്രഷ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുത്തി കുത്തി നമുക്ക് ആ ഒരു ട്രീ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ബ്രഷ് വെച്ചിട്ട് വേഗം ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം വൈറ്റ് കളർ ഈ ഗ്രീൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് ഞാൻ ഇതെങ്ങനെയാണ് കുത്തി കൊടുക്കണം. ഇപ്പോൾ നോക്കി, നമ്മുടെ ആ ഫാൻ ബ്രഷിൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു മരം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കൂടെ വൈറ്റ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ആ ട്രീ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ.
കണ്ടോ, വളരെ എളുപ്പത്തിൽ വരച്ചെടുത്ത് കണ്ടോ. ഇനി നമ്മൾ ഈ ട്രീയുടെ താഴെ കുറച്ച് പൂക്കൾ പോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോട്ട്സ് ഇങ്ങനെ നിറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ ഒരു വീട് സെറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് സ്നോ പോലെ കൊടുത്തിട്ട് ഞാനൊരു വീട് സെറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്. ആക്രിലിക് പെയിൻറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു വീടിൻ്റെ ഷേപ്പിൽ ഞാനിതിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ബ്രൗൺ ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഞാനിതിനകത്തേക്ക് നമ്മുടെ വാൾ പുട്ടി വെച്ചിട്ട് സ്നോ പോലെ ആ വീടിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, വീടിൻ്റെ മുകളിൽ സ്നോ നിൽക്കുന്ന പോലെ നമുക്കൊരു ഫീല് കിട്ടും. ഞാൻ അടുത്ത ഒരു മരം കൂടി ക്രിസ്മസ് ട്രീ പോലെ ഞാൻ വീണ്ടും ഈ വീടിൻ്റെ അടുത്തും കൂടി കൊടുക്കുകയാണ്. ഫാൻ ബ്രഷ് വെച്ചിട്ടാകുമ്പം ഈ ട്രീ വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനവിടെ ഫാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ മരം ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമായിട്ട് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡിലോട്ടായിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈറ്റർ ഷെയ്ഡിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഇതങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ മരത്തിനൊരു ഭംഗി വരുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ് ഈ ഒരു ട്രീ വരയ്ക്കാൻ കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് കൊമ്പും ചില്ലിയൊന്നും ഇതിനില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടി കുറേയൊക്കെ ചെയ്യാം. ഇനി ഞാൻ ആ വീടിൻ്റെ മുൻവശത്തായിട്ടൊരു റെത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ഞാനൊരു ഗ്രീൻ സർക്കിൾ വരച്ചെടുത്തു. ഇനി ഞാൻ 3D ഔട്ട്ലൈനറിൽ റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ട്സ് കൊടുക്കുകയാണ്. ആ വാതിലിനും ഒരു റെഡ് പിടി കൊടുത്തു. ഒരു ക്രിസ്മസ് ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ ആ റെഡ് കളർ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ വീടിൻ്റെ ഒരു വിൻഡോ ചെയ്ത് കൊടുക്കാം. വിൻഡോയ്ക്ക് അതോടെ ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വീട് കംപ്ലീറ്റ് ആക്കി. ഇനി വീടിൻ്റെ മുകളിൽ ഞാനൊരു കുഞ്ഞു മരം കൂടി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അത് സ്നോ കാണുന്ന പോലെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മരത്തിൻ്റെ മുകളിലും ഇങ്ങനെ വാൾപുട്ടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു വലിയ മരം വരച്ചിട്ടുണ്ട്. ഒരു ഉണങ്ങിയ മരമാണ് കേട്ടോ. ഇതിനകത്ത് ഇലകളൊന്നുമില്ല. കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് ആ ഒരു വൈറ്റ് കളറും ബാക്കിയെല്ലാം ആ കളർ കോമ്പിനേഷൻ സൂപ്പർബാണ് കേട്ടോ. ഇങ്ങനെ ഈ ബ്ലൂവിൽ കാണാനായിട്ട് നല്ല രസമാണ്. ഇനി നമുക്ക് ആ സ്നോമാൻ്റെ കുറച്ച് പോർഷനിലൊക്കെ ലൈറ്റ് ബ്ലൂ കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വേർതിരിച്ചറിയാനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ താഴത്തുള്ള ചെടികൾ പോലെ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച ഭാഗത്ത് കുറച്ച് ഗ്രീൻ കളർ കൊടുക്കാം. കണ്ടോ, ബൊക്കേക്കായിട്ട് ജസ്റ്റ് ആ 3D ഔട്ട്ലൈനർ റെഡ് കളർ വെച്ച് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ബൊക്കയും ആ ചെടിയും ഒക്കെ റെഡിയാക്കി കിട്ടും. ഇനി നമുക്ക് തൊപ്പി ചെയ്തെടുക്കാം സ്നോമാൻ്റെ. അതിനായിട്ട് ഞാനൊരു ചെറിയ റിബൺ പോലെ ഇങ്ങനെ ആ താഴ്ഭാഗത്ത് ബ്ലാക്ക് കളറിൽ കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് റെഡ് കളർ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്നോമാൻ്റെ തൊപ്പിക്ക് റെഡ് കളർ കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് ആ ഒരു തൊപ്പിയുടെ പോർഷൻ ഫുള്ള് നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് റെഡ് തന്നെയായിരിക്കും അതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. റെഡ് ഗ്രീൻ വൈറ്റ് ഒക്കെ ക്രിസ്മസ് കളേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ സ്നോമാൻ്റെ തൊപ്പി ഇതങ്ങനെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് റെഡിയായി. ഇനി നമ്മൾ കുപ്പിയുടെ മുകൾ വശത്തായിട്ട് ഇങ്ങനെ ഇതിൽ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ ഉരുകി വീണ പോലെയുള്ളൊരു ഷേപ്പ് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഈ വാൾപുട്ടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് എല്ലാ ചെടികളും നല്ലപോലെ ഈ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് റെഡ് കളർ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീയുടെയൊക്കെ ഒരു ഫീൽ അപ്പോഴേ കിട്ടുള്ളൂ. നമ്മൾ വരച്ച എല്ലാ ട്രീസിലും നമുക്കിങ്ങനെ റെഡ് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഞാൻ എല്ലാ ചെടിയിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ട്രീ ഒക്കെ അലങ്കരിക്കാനായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് റെഡ് ബോൾസൊക്കെ തൂക്കില്ലേ, അതുപോലെ ഇരിക്കും ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട്. മൂന്നോ നാലോ ട്രീ ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ആ ട്രീസിലെല്ലാത്തിലും ഇതുപോലെ റെഡ് കളറ് ലൈനർ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ സ്നോയി ലാൻഡ്സ്കേപ്പ് ഇവിടെ നല്ല ഭംഗിയായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ് മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ക്ഷമയോടെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും നന്ദി. അതുപോലെ തന്നെ സ്റ്റേ സേഫ് ആൻഡ് ബൈ. നല്ലൊരു ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം.